पति ब्रह्मचारी। എത്ര വലിയ കൊട്ടാരവാ അമ്മേ. ഇതിനകത്ത് താമസിക്കുന്നത് ഒരു രാജകുമാരി തന്നെയായിരിക്കും. എത്ര ഭാഗ്യവതിയല്ലേ. ഈശ, ഈശ, അമ്മേ. ഈശ, ഈശ, അമ്മേ. ഈശ, അമ്മേ, അമ്മ എങ്ങോട്ടാ പോയേ? എന്റെ അടുത്തേക്ക് വാ അമ്മ. എന്നെ ഒറ്റയ്ക്കാക്കല്ലേ. എവിടെ ഒളിച്ചിരിക്കുക? അമ്മ, അമ്മ, അമ്മേ, എന്നെ ഒറ്റക്കാക്കിട്ട് എങ്ങോട്ടാ പോയത്? എന്തിനാ അമ്മ എന്നെങ്ങനെ വേദനിപ്പിക്കുന്നേ? എന്റെ അടുത്തേക്ക് വാ. രാമ 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 ഗുലാബ് പാൻ മസാല. രാമ 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 രാമ
രാമ രാമ രാമ. അത് പിന്നെ അമ്മേ, തിരുമേനി തേങ്ങ ചോദിച്ചിരുന്നു പൂജയ്ക്ക് വേണ്ടി. എവിടെയാ വെക്കണ്ടേ? ഇത് നോക്കിക്കേ, ഇന്നേക്ക് ദിവസമാണ്. വരലക്ഷ്മി നോയമ്പ് നിനക്ക് അറിയത്തില്ലേ? അത് കൊണ്ടുപോയി അവിടെ വെക്ക്. രാമ 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 രാമ. നമസ്കാരം അമ്മേ. സന്തോഷമായിരിക്കും മോനെ. നിന്റെ പ്രശസ്തി അങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കണം. എനിക്ക് ബാക്കിയുള്ള ആയുസ് കൂടെ ദൈവം നിനക്ക് തരണം. അത് മാത്രമാണ് എന്റെ ആഗ്രഹം. മുത്തശ്ശി എന്നെ അനുഗ്രഹിക്കണം. രാമ 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 രാമ. ദൈവത്തിന്റെ അനുഗ്രഹം നിനക്ക് ആദ്യം മുതലേ ഉണ്ടല്ലോ. അത് മാത്രമല്ല, എന്റെ മോൻ നിന്റെ കൂടെ ഇരിക്കുമ്പോ നിനക്ക് ഒരു പ്രശ്നവും വരത്തില്ല. അതുകൊണ്ട് നിനക്ക് ആരുടെ അനുഗ്രഹവും ആവശ്യമില്ല. രാമ 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 രാമ. കൃഷ്ണ ഭഗവാനെ, ഈശ്വര അമ്മയുടെ ആത്മാവിന് ശാന്തി കൊടുക്കണേ. രാമ 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 രാമ. പിന്നെയും തലയണ നനഞ്ഞിട്ടുണ്ടല്ലോ. എന്റെ മോളൂട്ടി എണീറ്റോ? ഗുഡ് മോർണിംഗ് അച്ഛാ. ഈ മുറിവ് എന്ത് പറ്റിയച്ചാ? എന്തുപറ്റി?
എന്താ ഇത്? ചുട്കി, ഈശയുടെ ഉത്തരവാദിത്തം ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചേ, ചുട്കിയല്ല. സരള, നിങ്ങൾ ഇന്ന് ഇപ്പൊ തന്നെ ഇവരെ എന്തായാലും ശിക്ഷിച്ചേ പറ്റൂ. നിങ്ങളുടെ ഒക്കെ പ്രശ്നം എന്താണെന്ന് അറിയോ? നിങ്ങൾ പരസ്പരം പഴിചാരിക്കൊണ്ടേയിരിക്കും. ചെയ്തത് തെറ്റാണെന്ന് പറയാനുള്ള ധൈര്യമില്ല. പ്രത്യേകിച്ച് നിങ്ങളാണ് സരള ആന്റി. നിങ്ങളല്ലേ ഇവരുടെ ഹെഡ്. അതുകൊണ്ട് ആദ്യം പണിഷ് ചെയ്യേണ്ടത് നിങ്ങളെയാണ്. ഞാൻ നിങ്ങളെ ഇപ്പോ ഈ നിമിഷം തന്നെ 4 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്യാൻ പോവാം. അതുപോലെ 4 ദിവസത്തിന്റെ ശമ്പളവും നിങ്ങൾക്ക് കിട്ടില്ല സരള ആന്റി. പക്ഷേ എന്നോട് തർക്കിക്കാൻ നിന്ന പണിഷ്മെന്റ് ഡബിൾ ആവും. ഇനി എന്തിനാ നിൽക്കുന്നേ? പൊയ്ക്കോ അവിടുന്ന്. സരള ജോലിക്കാരിയാ, പക്ഷെ നീ എങ്ങനെ ഇത്ര ഇറസ്പോൺസിബിൾ ആയി? നിനക്കെങ്കിലും അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കൂടായിരുന്നോ? ഷോ എന്റെ ഏട്ടാ, എന്തിനാ എന്റെ പാവ എടുത്തി ഇങ്ങനെ വഴക്ക് പറയുന്നേ? മരുമോളെ, ഇവക്ക് ക്രീം മറ്റോ പരട്ടി വിട്. ആ ശരി അച്ഛാ. ഈ പണം സരളാന്റിക്ക് കൊടുക്കണേ. വേറെന്ത് ചെയ്യാനാ? അച്ഛന്റെ വലിയ പണിഷ്മെന്റ് എന്ന് അവരെ രക്ഷപ്പെടുത്താൻ ഇങ്ങനെ ചെറിയ പണിഷ്മെന്റ് കൊടുത്തല്ലേ പറ്റൂ. അല്ലെങ്കിൽ തന്നെ അവർക്ക് നല്ല മുട്ടുവേദനയാ. 4 ദിവസം വീട്ടിലിരുന്ന് അവർക്ക് റെസ്റ്റ് കിട്ടിയതുപോലെ ആയിരിക്കും. നിന്നെ പോലെ നല്ല മനസ്സ് ദൈവം എല്ലാവർക്കും കൊടുക്കട്ടെ. ഒട്ടും ബഹുമാനമില്ല. എന്തൊരു ശല്യമാ. കുട്ടികൾക്ക് വേണ്ടി മാത്രം ഞാൻ മിണ്ടാതിരിക്കുന്നേ. അല്ലേലും ഈ ജോലി വലിച്ചെറിഞ്ഞിട്ട് എന്നേ ഞാൻ ഇവിടുന്ന് പോയേനെ. എന്നെ കൊടുക്കാമെന്ന് കരുതിയതല്ലേ? ഇപ്പൊ 4 ദിവസത്തേക്ക് വീട്ടിൽ റെസ്റ്റ് എടുക്കാലോ, അത് ശമ്പളമില്ലാതെ. സന്തോഷത്തോട് പാടിക്കോളൂ, ഭജന പാടിക്കോളൂ. നീയാണോ മയിൽപീലിയ കട്ടില് വെച്ചത്? ഇത്തവണ കേൾക്കേണ്ടത് മുഴുവൻ ഞാൻ കേട്ടു. പക്ഷെ ഇതിനുള്ള പണി ഞാൻ നിനക്ക് തന്നിരിക്കും. സരള ചേച്ചി, ഭഗവാനാണ് സത്യം. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതെനിക്കറിയാം സരളേച്ചി. ചേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഈ പൈസ വാങ്ങിച്ചോളൂ, മടിക്കണ്ട, ഉപയോഗപ്പെടും. ഇല്ലല്ല, ഇതിന്റെ ഒന്നും ആവശ്യമില്ല. വേണ്ടെന്ന് പറയരുത്, ഇത് വാങ്ങിച്ചോളൂ. എന്തു പറയാനാ ഭഗവാൻ, എത്ര നല്ല സ്വഭാവ. ആ ഉരുമ്പെട്ടാളാണെങ്കി പൊന്നും മോള്. തന്തപ്പടിയാണെങ്കി മോളെ തലയിലെടുത്ത് വെച്ചിരിക്കുക. കല്യാണം കഴിഞ്ഞ് കെട്ടിയോന്റെ വീട്ടിലേക്ക് പോവില്ലേ? അപ്പൊ എന്ത് ചെയ്യുന്നു ഞാനൊന്ന് കാണട്ടെ. എന്റെ ഭഗവാനെ, നമുക്ക് കണ്ടറിയാം ഏത് രാജകുമാരൻ വന്നിവളെ കെട്ടിക്കൊണ്ടു പോകുന്ന എനിക്കൊന്ന് കാണണം. എന്തിനാടാ വെറുതെ നോ എൻട്രിയിൽ വന്ന് എൻട്രി തരുന്നേ? നിനക്കറിയില്ലേ സൂരജേട്ടനുള്ള ഈ ഹനുമാൻ ഗലിയില് ഗുലാബ് പാൻ മസാല അല്ലാതെ വേറെ ഒരു പാൻ മസാലയും വിൽക്കാൻ പറ്റില്ലെന്ന്. ചെന്ന് നിന്റെ ചേട്ടൻ സൂരജിനോട് പറ, ഇനി അങ്ങോട്ട് ഈ ഏരിയ മുഴുവനും എന്റേതാണ്, എന്റേത് മാത്രം. പട്ടികളാണ് ഏറിയ പിരിക്കുന്നത്. ഒരുപക്ഷെ പട്ടി അതിന്റെ ഏറിയ വിട്ടിട്ട് സിംഹത്തിന്റെ ഗുഹയ്ക്കകത്തോട്ട് വന്നെന്ന് വെച്ചേക്ക്. അതിനുശേഷം അത് കുരയ്ക്കാൻ പാടില്ല, അല്ലെങ്കിൽ അതിനായിരിക്കും കൂടുതൽ പ്രശ്നം. ഒച്ചയൊന്നും ഉണ്ടാക്കാതെ നിന്റെ ഈ ടെമ്പോ എടുത്തിട്ട് ഏറിയ വിട്ടതിനെ പോയേക്ക്. ഈ സൂരജ് അവന്റെ ശത്രുക്കൾക്ക് 2ാം അവസരം തരുന്ന ശീലമില്ല.
ആദ്യം നീ ഇവിടുന്ന് ജീവനോടെ പോയാലല്ലേ രണ്ടാം ഊഴത്തിനെ കുറിച്ചൊക്കെ പറയാൻ. സൂരജ് അവന്റെ ചാവി എപ്പോഴും അവന്റെ കൂടെ തന്നെ വെച്ചേക്കും. ധൈര്യം ഉണ്ടെങ്കിൽ വാ, എന്റെ ടെമ്പോ ഇവിടുന്ന് മാറ്റി കാണും. അടിപൊളി ചേട്ടാ, നിങ്ങൾ കലക്കിയല്ലോ. जग में कभी संकट मोचन नाम निहारो, संकट मोचन नाम निहारो. अंगद के संग ले गए सिया, खोज कपी से यह बन उठाए, जीवन ना बची हो. പൊളിച്ചേട്ടാ, ചേട്ടാ കലക്കിയല്ലോ. ഇവരുടെ കയ്യിൽ നിന്ന് നീ രക്ഷപ്പെട്ടു, എന്റെ അടുത്തുനിന്ന് എങ്ങനെ രക്ഷപ്പെടും? അയ്യോ ചേട്ടാ, ഒരു സ്ത്രീ. എന്തൊക്കെയാ സംഭവിക്കുന്ന ചേട്ടാ? ബ്രഹ്മചാരി എന്നുള്ളത് ശരിയാ, പക്ഷെ ചേട്ടൻ എങ്ങനെ ഈ സ്ത്രീകളോട് മത്സരിക്കും? ഞാനൊരു പെണ്ണാണ്, നീയാണെങ്കി ബ്രഹ്മചാരി. ഞാനിപ്പോ ഈ താക്കോലെടുക്കുന്നത് നിനക്ക് എങ്ങനെ തടയാൻ പറ്റും? സാറേ നമസ്കാരമുണ്ട്. സൂരജ്, നിന്റെ ശബ്ദത്തിൽ വിജയത്തിന്റെ ഒരു രുചി അറിയുന്നുണ്ട്. ഇതിനുശേഷം മനോഹർ പാൻ മസാല ടെമ്പോ നമ്മുടെ ഏരിയയ്ക്ക് അതൊരു പ്രവേശിക്കില്ല. നിന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ ഗുലാബിനെ ശല്യപ്പെടുത്താൻ ആരും തന്നെ വരില്ല. തീർച്ചയായിട്ടും സാറേ. ലക്ഷ്മി നാരായണായ സ്വാഹ, ഓം ഉമാമഹേശ്വരായ സ്വാഹ, ഓം ഇഷ്ടദേവതാഭ്യോ നമഃ സ്വാഹ. സ്വാഹ. വീണ്ടും രക്ഷപ്പെടാൻ ശ്രമിച്ചിരിക്കുക, പക്ഷെ എങ്ങനെ ഞങ്ങൾ പിടികൂടി?
തിരുമേനി, എനിക്കിപ്പോ ഉടനെ പോയേ പറ്റൂ. നീ എന്തായി ചെയ്യുന്ന ഈശ? ഞാൻ എന്ത് ചെയ്യാന്ന് നീ കാണുന്നില്ലേ? ആരും ഒന്നും കഴിച്ചില്ലെങ്കിൽ അമ്മയുടെ ആത്മാവിന് എങ്ങനെ ശാന്തി കിട്ടാനാ? മരിച്ചവരുടെ ആത്മാവിന് ശാന്തി കിട്ടാനാണ് എല്ലാവരും പൂജ ചെയ്യുന്നത്. പക്ഷെ എന്റെ അമ്മ ജീവനോടെ ഉണ്ട്. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എന്റെ അമ്മ എന്റെ അടുത്ത് ഇവിടെ എവിടെയോ ഉണ്ടെന്ന്. നിന്റെ അമ്മ മരിച്ചുപോയി. നിന്റെ അമ്മ ഒരുത്തി ഉണ്ടല്ലോ, ഈ കുടുംബത്തിന്റെ പേരും പ്രശസ്തിയും നശിപ്പിച്ചിട്ട് പോയി. നിന്റെ അമ്മ ഉണ്ടല്ലോ, ഈ കുടുംബത്തിനെ കുറിച്ച് ദുഃഖിച്ചിട്ടില്ല. നിന്റെ അപ്പനെ ഓർത്തും അവൾ വിഷമിച്ചിട്ടില്ല. ദൈവം നിന്റെ അമ്മ ചെയ്ത തെറ്റിന് ശിക്ഷ കൊടുത്തിരിക്കുന്നു. ഏതോ ഒരുത്തി എന്റെ കുടുംബത്തിന്റെ പേര് നശിപ്പിച്ചോ, അങ്ങനെ ഉള്ളവൾക്ക് വേണ്ടി എന്റെ മകൻ അവളുടെ ആത്മാവിന് ശാന്തി അടയാൻ വേണ്ടി പൂജ ചെയ്യുന്നു. ഇത് മതിയായില്ലേ നിനക്ക്? നീ എന്താ ചെയ്യുന്നേ? അവളെ ജീവനോടെ കൊണ്ടുവരാൻ നോക്കുന്നോ? ഇത് നോക്ക്, ഇതിന് ശേഷവും നീ അവളെ കുറിച്ച് എന്തെങ്കിലും സംസാരിച്ചോ, ഞാൻ എന്ത് ചെയ്യുന്നു നിനക്കറിയത്തില്ല. മനസ്സിലായോ? എന്റെ അമ്മ മരിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് അവരുടെ ഹൃദയമെടുപ്പ് എപ്പോഴും കേൾക്കുന്നത്? എന്തുകൊണ്ടാണ് അമ്മ ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്? എന്റെ അടുത്തുനിന്ന് ഓടി രക്ഷപ്പെടാനുള്ള ധൈര്യം നിനക്ക് ആരാടി തമ്മേ? ഞാനിവിടെ ജനങ്ങളെ മാത്രം ഭരിക്കുന്നവനല്ല, അവരുടെ ജീവിതത്തിലെ തീരുമാനവും ഞാനാ എടുക്കുന്നത്. ഇനിയിപ്പൊ നിനക്ക് നിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കാനും സാധിക്കില്ല, അതേപോലെ മരിക്കാനും സാധിക്കില്ല. നിന്റെ ഭാഗ്യത്തിന്റെ തീരുമാനങ്ങൾ ഇപ്പൊ എന്റെ കൈകളിലാണ്. ഞാനാണ് ഇനി നിന്റെ ദൈവം. ഞാൻ ദൈവം ഒരിക്കലും ഇത്ര ക്രൂരനായിരിക്കില്ല. അച്ഛനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഓരോ വർഷവും ഈ ഒരു ദിവസം അമ്മയ്ക്ക് വേണ്ടിയുള്ള ഈ പൂജയ്ക്ക് ഞാൻ പങ്കെടുക്കുന്നുണ്ട്. പക്ഷെ ഉറപ്പായി എന്തെങ്കിലും ഒരിക്കൽ തീർച്ചയായും എന്റെ അമ്മയെ ഞാൻ കണ്ടുമുട്ടും. എന്റെ അമ്മയുടെ മുമ്പിൽ വന്ന് ഞാൻ നിൽക്കും. അപ്പ അമ്മ എന്നെ ചേർത്ത് പിടിക്കും. എന്റെ സമാധാനം നശിച്ചത് കണ്ട് നീ സന്തോഷിക്കാണല്ലേ? ഓർമ്മയിരിക്കട്ടെ, എന്റെ മോള് നിന്റെ നാശത്തിനുള്ള തുടക്കം കുറിച്ചിരിക്കുക അവിടെ. നീ അവളെ എന്തുമാത്രം സ്നേഹിച്ചാലും ശരി, എന്നെ ഇവിടെ എത്ര കാലം അടച്ചിട്ടാലും ശരി, സത്യം മറച്ചു വെക്കാൻ നീ എത്ര ശ്രമിച്ചാലും ശരി, നിന്റെ ഈ വൃത്തികെട്ട മുഖം എല്ലാരും അറിയുന്ന ഒരു ദിവസം അടുത്തെത്തിയിരിക്കുക. അന്ന് ഞാൻ നിന്റെ കൂടെയുള്ള ഈ ബന്ധം, പിന്നെ നീ ഇട്ടിരിക്കുന്ന ഈ വിലങ്ങും രണ്ടും ഞാൻ മുറിച്ചു മാറ്റും. അതിനുശേഷം അവൾ എല്ലാവരോടും പറയും അവളുടെ അമ്മ ഇങ്ങോട്ട് ഒളിച്ചോടിയിട്ടില്ലെന്ന്. എന്റെ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് അവള് തെളിയിക്കും. എന്നെങ്കിലും ഒരിക്കൽ എന്റെ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഈ ലോകം മുഴുവനും ഉറപ്പായും മനസ്സിലാക്കും. ഹോമകുണ്ടത്തിൽ നിന്ന് വരുന്ന അഗ്നി എത്രത്തോളം പവിത്രമാണോ അത്രയ്ക്കും പവിത്രമാണ് എന്റെ അമ്മയും. രാമരാമ, അമ്മ ജീവനോടെ ഉണ്ടെന്നുള്ളതിന് ഈ ഒരു തെളിവ് മാത്രം മതി എനിക്ക്. ഞാനൊന്ന് വിചാരിച്ചപ്പം ഇവിടെ മറ്റൊന്ന് നടക്കുന്നു. നിന്നോട് ഞാൻ വീട്ടിലിരുന്ന് എന്താ ചെയ്യാൻ പറഞ്ഞത്? എന്റെ അനുജനെ നോക്കിക്കൊള്ളണമെന്നല്ലേ പറഞ്ഞേ? എന്നിട്ട് നീ ഇവിടെ നിന്ന് നോട്ടെണ്ണുക. ഭക്ഷണം ആരുണ്ടാക്കുന്നതിന്റെ തന്തയോ?
എന്റെ ഭഗവാനെ, എന്റെ മോനെ കെട്ടാൻ ഈ രാക്ഷസി വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവന്റെ കല്യാണം ഞാൻ നടത്തില്ലായിരുന്നു. മമ്മി 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 അവളുടെ കാതിൽ നിന്ന് വിടും, അല്ലെങ്കിൽ അത് പറഞ്ഞു വരൂ. നിങ്ങൾ എന്തൊക്കെയാ കാണിക്കുന്നു? പാവാണല്ലേ. പോടാ ഇവിടുന്ന്, പോയി പണി നോക്ക്. മമ്മി ആ? ആ. ആന്റി ആന്റി ആന്റി, ഞാൻ പറഞ്ഞത് സത്യാണ്. നിങ്ങൾ ദിവസവും വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവരുന്ന ഞാൻ കരുതിയത്. അതുകൊണ്ട് ഞാൻ പാചകം ചെയ്യാതിരുന്ന. ഞാൻ പറഞ്ഞത് സത്യാണ് ആന്റി. അയ്യോ ആന്റി, ഞാൻ അവിടുന്ന് ഭക്ഷണം കൊണ്ടുവന്നില്ലായിരുന്നെ നീ എന്ത് തിന്നും? കേറ്. ഇന്ന് അച്ഛനെ നീ പട്ടിണി കിട്ടില്ലേ? പകരം ഞാൻ നിന്നെ ഇന്ന് പട്ടിണി കിടും. ആരാണോ കഷ്ടപ്പെട്ട് നേരാമണ്ണം സമ്പാദിച്ച് കുടുംബം നോക്കുന്നു, അവര് തരുന്ന ചോറേ ഞാൻ കഴിക്കൂ. ചതിക്കുന്നവരുടെ ചോറ് വേണ്ട. എടുത്തി ഗുലാബ് സിംഗിന്റെ അടിക്കാരൻ ഉണ്ടാക്കുന്ന ചപ്പാത്തി കഴിക്കുന്നതിലും ഭേദം വിഷം കഴിച്ച് മരിക്കുന്നതാണ് ഭേദം. നീ എന്തിനാ ഇങ്ങനെ? വേണ്ട എടുത്തി, ദയവ് ചെയ്ത് അവന് പൊക്കി പറയല്ലേ. വേണ്ട, നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്താൽ മതി. അവനോട് എന്റെ കൺമുമ്പിൽ നിന്ന് ദൂരെ എങ്ങോട്ടെങ്കിലും പോവാൻ പറ, അത് മതി. എന്തിനാ നിങ്ങൾ അവനെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്? അവൻ നിങ്ങൾക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ട് ചപ്പാത്തി ഉണ്ടാക്കിയതാ. അത് മിണ്ടാതെ കഴിക്കുന്നോണ്ട് നിങ്ങൾക്ക് എന്ത് കുഴപ്പം ഉണ്ടാവാനാ? മതി എടുത്തി, മതി. അവൻ പാപം ചെയ്തുണ്ടാക്കിയ കാശ് കൊണ്ട് നിങ്ങളെല്ലാവരും കഴിച്ചോ. പക്ഷെ എന്നെ അതിന് നിർബന്ധിക്കരുത്. കാരണം ഇവൻ എന്റെ മോനല്ല. കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ചെയ്ത പാപത്തിന്റെ ഫലമാണ് ഇവൻ. ഇവനോട് പറഞ്ഞേക്ക്, എനിക്ക് വേണ്ടി ഇവൻ ഇനി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് മാത്രം ചെയ്താൽ മതി. ഇവനിനി എനിക്കൊന്നും ചെയ്യരുത്. സൂരജെ, അവിടെ നിൽക്കും മോനെ. ഇവിടെ എന്താ ചെയ്യുന്നേ? പഠിക്കേണ്ട പ്രായത്തിൽ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഒരുപക്ഷെ നിന്റെ അച്ഛനൊക്കെ ഇതറിഞ്ഞ എന്ത് സംഭവിക്കുന്നറിയാമോ? ആലോചിച്ച് നോക്കിയിട്ടുണ്ടോന്ന്? എന്തിനാ ഇവിടെ ഇരിക്കുന്നേ? പൊക്കെ അവിടുന്ന്. ഉറപ്പായി നീ ടോപ്പർ ആകണം ഇഷ. ബെസ്റ്റ് ഓഫ് ലക്ക് ഈഷ. എന്നെ കൊണ്ട് അച്ഛന്റെ സ്വപ്നം സഫലമാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ നീ IAS ആയെന്ന് വെച്ചേക്ക്. അതുകൊണ്ട് ചിലപ്പം അച്ഛൻ എന്നെ ക്ഷമിച്ചേക്കാം. IAS എക്സാം ക്ലിയർ ചെയ്ത് ഇന്റർവ്യൂ എനിക്ക് ക്ലിയർ ചെയ്യണം. അച്ഛന് അഭിമാനം തോന്നണം. കം ഓൺ. ഗുലാബ് സിംഗ് സംസാരിക്കുന്ന മാഷേ. ആ പുറകിലത്തെ സീറ്റിലിരിക്കുന്ന പയ്യനല്ലേ? ആ അതെ സാർ. അത് മന്ത്രിയുടെ മോനാ മാഷേ. അവനെ പാസ്സാക്കാനുള്ള ഉത്തരവാദിത്തം ഞാൻ എടുത്തിരിക്കുക. അതുകൊണ്ട് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് അതിന്റെ പാട്ടിനങ്ങ് നടന്നോട്ടെ. ആ ശരി സാർ. എല്ലാവരും അങ്ങോട്ട് എന്തായി നോക്കുന്നത്? എല്ലാവരും അവരവരുടെ പേപ്പറിൽ ശ്രദ്ധിക്കേ, ഇല്ലെങ്കിൽ എല്ലാത്തിനെയും പുറത്താക്കും. ഇതിൽ ആൻസേഴ്സ് ഒക്കെ എഴുതിയിട്ടുണ്ടല്ലോ. നീ ഇത് എങ്ങോട്ടാ പോകുന്നത്? പോയി സീറ്റിലിരിക്കാനാ പറഞ്ഞത്. എന്താ ഇവിടെ നടക്കുന്നത്?
ഫൈറ്റ് ചെയ്യാൻ നിനക്ക് നാണോ ഇല്ലേ? നിക്ക്, ഞാൻ കാണിച്ചിരുന്നുണ്ട്. കൈ തരാൻ പറ്റില്ല അല്ലേ? നിന്നുണ്ടല്ലോ. Oh